ഇത് കുമ്പോൽ വലിയ ജുമാ മസ്ജിദ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയാണ് ഇവിടെയുള്ളത്. ഇവിടെയുള്ള ഈ മക്ബറകളും നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ബഹുമാനപ്പെട്ട അറബി വലിയുല്ലാഹ് നവറല്ലാഹു മർക്കദഹു, അതുപോലെ മുഹമ്മദ് ഹൈദറുസ് തങ്ങൾ അഥവാ പാപ്പങ്കോയ തങ്ങൾ നവറല്ലാഹു മർക്കദഹു, ഈ രണ്ട് മഹാന്മാരുടെ മക്കാമുകൾ ഇവിടെയുണ്ട്. ഞാൻ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കുമ്പോൽ ഫസൽ പൂക്കോയ തങ്ങളുടെ മക്ബറ പരിചയപ്പെടുത്തി വീഡിയോ ചെയ്തിരുന്നു. ആ ഫസൽ പൂക്കോയ തങ്ങളുടെ പിതാവാണ് ബഹുമാനപ്പെട്ട പാപ്പങ്കോയ തങ്ങൾ. ഇവിടെ അകത്തുള്ള മക്കാം ബഹുമാനപ്പെട്ട അറബി വലിയുല്ലാഹിയുടേതാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറബ് ദേശത്തു നിന്നും മതപ്രബോധനത്തിന് വേണ്ടി വന്നവരാണ് ബഹുമാനപ്പെട്ട കുമ്പോൽ അറബി വലിയുല്ലാഹി നവറല്ലാഹു മർക്കദഹു. അറബ് ദേശക്കാരൻ എന്ന അർത്ഥത്തിൽ അറബി വലിയുല്ലാഹ് എന്ന ജനങ്ങൾ വിളിച്ച നാമം പിന്നീട് വലിയ പ്രസിദ്ധമായി. ദക്ഷിണ കർണാടകയിലെ ഉച്ചില എന്ന സ്ഥലത്തേക്കാണ് മഹാനവറുകൾ ആദ്യമായി എത്തുന്നത്. അവിടെ തന്നെ താമസമർപ്പിക്കുകയും ചെയ്തു. മഹാനവറുകളിൽ നിന്നുണ്ടായ ഒരുപാട് കറാമത്തുകൾ അന്നാട്ടിലെ ജനങ്ങൾക്ക് ഈ മഹാനോട് വലിയ മതിപ്പുണ്ടാക്കുകയും ചെയ്തു. ഇവിടേക്ക് ജാതി മതഭേദമന്യേ എല്ലാവരും അവരുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി വരാറുണ്ട്. മതസൗഹാർദ്ദത്തിന് പണ്ടുകാലത്ത് തന്നെ ഏറെ കേളികെട്ട പ്രദേശമായിരുന്നു കുമ്പോൽ. ഇവിടെ പുറത്തുള്ള ഈ മക്കാം ബഹുമാനപ്പെട്ട പാപ്പങ്കോയ തങ്ങളുടേതാണ്. കോഴിക്കോട് നാദാപുരത്ത് നിന്നും കാസർഗോഡ് കുമ്പളക്കടുത്തുള്ള കുമ്പോലിലെത്തി ഇവിടെ മതവിജ്ഞാനം നടത്തിയവരാണ് ബഹുമാനപ്പെട്ട സയ്യിദ് പാപ്പങ്കോയ തങ്ങൾ. നാദാപുരം കാരക്കോട് തറവാട്ടിൽ 1823 പാപ്പങ്കോയ തങ്ങൾ എന്ന സയ്യിദ് മുഹമ്മദ് അൽ ഹൈദറോസ് തങ്ങളുടെ ജനനം. യമനി പരമ്പരയിലെ സയ്യിദ് തറവാട്ടിലെ പ്രധാനിയാണ് പാപ്പങ്കോയ തങ്ങൾ. അക്കാലത്തെ പ്രശസ്ത പണ്ഡിതനും സാത്വികനുമായിരുന്ന കൊഞ്ഞിക്കോയ തങ്ങളാണ് മഹാനവറുകളുടെ പിതാവ്. തന്റെ ദീർഘകാല തീർത്ഥയാത്രയിൽ മക്ക, മദീന, ബൈത്തുൽ മുഖദ്ദസ്, ബഗ്ദാദ്, അജ്മീർ എന്നിവിടങ്ങളിൽ കഴിച്ചുകൂട്ടിയതിനു ശേഷം കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ തങ്ങൾ കുമ്പോയിൽ എത്തിച്ചേരുകയും അവിടുത്തെ സയ്യിദ് ഉമർ ഖാദിയുടെ ഏകപുത്രിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. പാവങ്ങളുടെ സ്വന്തം തങ്ങൾ എന്ന നിലയിൽ പാപ്പങ്കോയ തങ്ങൾ എന്ന് വിളിച്ചു തുടങ്ങി. 1932 ഹിജ്റ വർഷം 1353 ദുൽഹിജ്ജ 23 109 വയസ്സിൽ കുമ്പോൽ വെച്ച് മഹാനവറുകൾ അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് യാത്രയായി. അങ്ങനെ അവിടെ സിയാറത്ത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ചപ്പുറത്തുള്ള ആരിക്കാടി കടവത്ത് മക്കാമിലേക്ക് സിയാറത്തിന് പോയി. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഷഹീദ് അറബി വലിയുല്ലാഹി എന്ന മഹാനാണ്.